പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ്. അതിൽ ഒന്നാമത്തേത് സ്മാക്ഡൗൺ എപ്പിസോഡിൽ സെത്ത് റോളിൻസിൻ്റെ ഫാക്ഷൻ ചെയ്തിട്ടുള്ള സെഗ്മെൻറ്റുകളെ സംബന്ധിച്ചാണ്. സെത്ത് റോളിൻസ്, ബ്രോൺ ബ്രേക്കർ, ബ്രോൺസൺ റീഡ്, പോൾ ഹേമൻ തുടങ്ങിയവരുടെ വരവോട് കൂടിയിട്ടാണ് സ്മാക്ഡൗൺ എപ്പിസോഡ് ആരംഭിക്കുന്നത്. സ്മാക്ഡൗൺ എപ്പിസോഡിൽ സെത്ത് റോളിൻസിൻ്റെ ഫാക്ഷൻ വന്നിട്ട് പറഞ്ഞത് ഏക ഒരു കാര്യമാണ്, സെത്ത് റോളിൻസിൻ്റെ ഫാക്ഷന് എതിരെ നിൽക്കുന്നവരെയെല്ലാം തകർത്തെറിയും. അവിടെ സി എം പങ്കിൻ്റെ ചാൻഡ് വരുന്നുണ്ട്, റോമൻ റെയിൻസിൻ്റെ ചാൻഡ് വരുന്നുണ്ട്. സി എം പങ്കിൻ്റെ ചാൻഡൊക്കെ വരുന്ന സമയത്ത് സെത്ത് പറയുന്നുണ്ട്, സി എം പങ്കിനെയൊക്കെ ഞങ്ങൾ തീർത്തു, റോമൻ റെയിൻസ് ഒന്നും ഇനി തിരികെ വരാൻ പോകുന്നില്ല, റോമൻ റെയിൻസ് ഒക്കെ പേടിച്ചോടി എന്നുള്ളതും സെത്ത് പറയുന്നുണ്ട്. അങ്ങോട്ടേക്ക് ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ഒരു ഫാക്ഷനാണ് കയറി വന്നത്. പുതിയ ബ്ലഡ് ലൈനായ സോളസിക്കോവയുടെ ബ്ലഡ് ലൈൻ അങ്ങോട്ടേക്ക് കയറി വരുന്നു. സോളസിക്കോവയുടെ ബ്ലഡ് ലൈനിലെ ജേസി മെറ്റേയോ, ജേക്കബ് ഫാറ്റു തുടങ്ങിയ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻ ഇവരൊക്കെ ഫേസ് ടു ഫേസ് സെത്ത് റോളിൻസിൻ്റെ ഫാക്ഷനുമായിട്ട് എതിരെ നിൽക്കുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ സോളോ ചോദിക്കുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമുണ്ട്, നിനക്ക് എതിരെ വന്നു നിൽക്കുന്നവരെയെല്ലാം നീ ആക്രമിക്കുമെന്നല്ലേ പറയുന്നത്, അപ്പോൾ ഞാനിപ്പോൾ അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ നിൻ്റെ എതിരെ നിൽക്കുന്നു എന്ന് സെത്തിന് മുൻപിൽ ഒരു വെല്ലുവിളി പോലെ സോളോയും ടീമും നിൽക്കുന്നുണ്ട്. എന്നാൽ അവിടെ ഒരു ഫൈറ്റ് ഉണ്ടാകുന്നില്ല. പിന്നീട് അവിടെ ജിമ്മി യൂസോ വേഴ്സസ് ജേസി മെറ്റേയോ തമ്മിലുള്ള ഒരു മത്സരമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നീട് സെത്ത് റോളിൻസിൻ്റെ ഒരു മൊമെൻറ്റ് നമുക്ക് കാണാൻ സാധിച്ചത് LA നൈറ്റിനെ ആക്രമിക്കാൻ വേണ്ടി വന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു. അലിസ്റ്റർ ബ്ലാക്ക് വേഴ്സസ് LA നൈറ്റ് തമ്മിൽ നടന്ന സിംഗിൾസ് മത്സരത്തിൽ ആ ഒരു മത്സരത്തിൻ്റെ ഒരു അവസാന ഭാഗങ്ങളിൽ സെത്ത് റോളിൻസ് വന്നിട്ട് LA നൈറ്റിനെ കെർബ് സ്റ്റോംപ് ചെയ്ത് ആക്രമിക്കുന്നുണ്ട്. ബ്ലാക്ക് സെത്തിൻ്റെ എതിരെ നിൽക്കുന്നുണ്ടെങ്കിലും ബ്ലാക്കിനെ ബ്രോൺ ബ്രേക്കർ വന്നിട്ട് സ്പിയർ കൊടുത്ത് ആക്രമിക്കുന്നു. ആ ഒരു സമയത്ത് ബ്രോൺസൺ റീഡ് LA നൈറ്റിനെ ഒരിക്കൽ കൂടി ആക്രമിക്കുന്നു. പിന്നീട് ഒരു സ്റ്റോമും കൂടി കൊടുത്തുകൊണ്ട് സെത്ത് റോളിൻസ് ബ്രൂട്ടലായിട്ടുള്ള ഒരു ആക്രമണം അഴിച്ചുവിടുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അവിടം കൊണ്ട് സെത്ത് റോളിൻസിൻ്റെ ആ ഒരു ദേഷ്യം അവസാനിച്ചില്ല. ആൻഡ്രാഡെ, പെൻഡ തുടങ്ങിയവർ ക്രീഡ് ബ്രദേഴ്സിനെ ഒരു ടാഗ് ടീം മത്സരത്തിൽ പരാജയപ്പെടുത്തിയതിന് ശേഷം സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സമയത്ത് ഇവർക്കെതിരെ മ്യൂസിക് ഒക്കെ ഇട്ടുകൊണ്ട് സെത്തിൻ്റെ ഫാക്ഷനും വന്ന് ആക്രമണം നടത്തുന്നതായിട്ട് അവർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മണി ഇൻ ദ ബാങ്കിലെ സെത്തിൻ്റെ ഒപ്പം മത്സരിക്കുന്ന മത്സരാർത്ഥികളിൽ 3 മത്സരാർത്ഥികളെയാണ് ഇന്ന് സെത്ത് ആക്രമിച്ചിട്ടുള്ളത്. അപ്പോൾ നാളെ നടക്കാൻ പോകുന്ന ലാറ്റർ മത്സരത്തിൽ അദ്ദേഹം വിജയിക്കാൻ പോകുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ നിൽക്കുന്നവർക്കുള്ള ഒരു വാർണിംഗ് എന്നുള്ളൊരു തലത്തിലുള്ള ഒരു മെസ്സേജും ഇന്നത്തെ ഒരൊറ്റ സ്മാക്ഡൗൺ എപ്പിസോഡ് കൊണ്ട് സെത്തിന് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. സെത്ത് റോളിൻസിൻ്റെ സെഗ്മെൻറ്റുകളെല്ലാം അടിപൊളിയായിട്ടാണ് ഇന്നത്തെ സ്മാക്ഡൗണിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ അപ്ഡേറ്റ്, വുമൻസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ സെലീന വെഗയുടെ അടുത്ത എതിരാളി ആരാണെന്നുള്ളത് കൃത്യമായി ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിലൂടെ നമുക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നു. അത് മറ്റാരുമല്ല, ജൂലിയ എന്ന് പറയുന്ന ഇപ്പോൾ മെയിൻ റോസ്റ്ററിലേക്ക് വന്നിട്ടുള്ള പുതുമുഖ റെസ്ലറാണ്. നമുക്ക് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ സെലീന വെഗയും പൈപ്പർ നെവനും തമ്മിലുള്ള ഒരു സ്ട്രീറ്റ് ഫൈറ്റ് മത്സരത്തിന് സമാനമായ മത്സരം കാണാൻ സാധിച്ചു. സെലീന വെഗ വിജയിക്കാതിരിക്കാൻ പൈപ്പർ നെവന് സഹായകമായിട്ട് ആൽബ ഫയർ, ചെൽസി ഗ്രീൻ തുടങ്ങിയ സീക്രട്ട് ഹെർവീസ് മെമ്പേഴ്സിൻ്റെ ഒരു സഹായം ഉണ്ടായിരുന്നു. എന്നാൽ സെലീന വെഗയെ സഹായിച്ചത് ജൂലിയ എന്ന് പറയുന്ന റെസ്ലറാണ്. ജൂലിയ കെൻഡോസ്റ്റിക് ഉപയോഗിച്ചുകൊണ്ട് പൈപ്പർ നെവനെ ആക്രമിക്കുന്നതും ഈ അവസരത്തിൽ പവർ ബോംബ് ടേബിളിൻ്റെ മുകളിലേക്ക് ചെയ്ത് ടേബിളിലേക്ക് ഒരു ആക്രമണം നടത്തുന്നതും അതിലൂടെ സെലീന വെഗ വിജയിക്കുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നീട് ജൂലിയയെ മൊത്തത്തിൽ ഒരു സെലിബ്രേഷൻ നടത്തുന്നുണ്ടെങ്കിലും ജൂലിയ സെലീന വെഗയെ പിന്നീട് ഫിനിഷർ അടിച്ച് ആക്രമിക്കുന്നതും നമുക്ക് കാണാൻ സാധിച്ചു. ഈ മത്സരത്തിന് മുൻപുള്ള ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ സെലീന വെഗയും അതുപോലെ തന്നെ ജൂലിയയും ഫേസ് ടു ഫേസ് വരുന്നുണ്ട്. ഇതിന് മുൻപത്തെ സ്മാക്ഡൗൺ എപ്പിസോഡുകളിലും ഇരു താരങ്ങൾ ഫേസ് ടു ഫേസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ സെലീന വെഗയുടെ ചാമ്പ്യൻഷിപ്പിന് ഒരു വെല്ലുവിളി പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ള ജൂലിയ സെലീന വെഗയെ വന്നിട്ട് ആദ്യം സഹായിച്ചപ്പോൾ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു സംശയമുണ്ടായി. പിന്നീട് മത്സരശേഷം ജൂലിയ സെലീന വെഗയെ ആക്രമിച്ചപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് തന്നെയാണ് ജൂലിയയുടെ ലക്ഷ്യം എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു പോയിന്റ് വ്യക്തമാണ്, നാളെ നടക്കാൻ പോകുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിൽ ജൂലിയ MITB ബ്രീഫ്കേഴ്സ് വിജയിക്കാനുള്ള സാധ്യത കുറഞ്ഞിരിക്കുന്നു. നാലാമത്തെ അപ്ഡേറ്റ്, ജേക്കബ് ഫാറ്റു, സോളസിക്കോവ തുടങ്ങിയവരുടെ സ്റ്റോറിയെ സംബന്ധിച്ചാണ്. നമുക്ക് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിലെ ആദ്യ മത്സരത്തിൽ ജിമ്മി യൂസോയും ജെസി മെറ്റേയോ എന്ന് പറയുന്ന റെസ്ലറും തമ്മിൽ ഏറ്റുമുട്ടിയ ഒരു കിടിലൻ മാച്ചിൽ അവസാന നിമിഷം ജേക്കബ് ഫാറ്റു ജെസി മെറ്റേയോയെ ഒരു സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ ജെസി മെറ്റേയോ നേരെ പോയിട്ട് ജേക്കബ് ഫാറ്റുവിൻ്റെ മേത്തേക്ക് ഇടിക്കുന്നതും ജേക്കബ് ഫാറ്റു ആ എപ്രോണിൽ നിന്ന് റിങ്ങിൻ്റെ വെളിയിലേക്ക് വിടുന്നതായിട്ടും കാണിക്കുന്നു. ഈ അവസരത്തിൽ പിൻഫോളിലൂടെ ജിമ്മി ഊസോ വിജയിച്ചു കയറുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം ജെസി മെറ്റേയോ, ജേക്കബ് ഫാറ്റു തുടങ്ങിയവർക്കിടയിലെ ഒരു പ്രശ്നം തന്നെയാണ് മുഖ്യമായി ഫോക്കസ് ചെയ്യുന്നത്. കൂടാതെ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ സോളസിക്കോവ ജേക്കബ് ഫാറ്റുവിനെ കളിയാക്കിക്കൊണ്ട് ജെസി മെറ്റേയോട് പറയുന്നുണ്ട്, അവന് തലച്ചോറൊന്നുമില്ല, അവൻ വെറുതെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്,
എന്നാണ്. അവനെ ആലോചിക്കാനുള്ള ഒരു കഴിവൊന്നും ഇല്ല എന്ന്. എന്തായാലും നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞ് ജെസ്സി മെറ്റയെ വിളിച്ചുകൊണ്ട് സോളസിക്കോവ അവിടെ വിട്ട് പോകുന്ന ഒരു ഭാഗം കാണിക്കുന്നു. പക്ഷേ ഇതെല്ലാം ഒളിഞ്ഞു നിന്നുകൊണ്ട് ജേക്കബ് ഫാറ്റു കേൾക്കുന്നതായിട്ടുള്ള ഒരു മൊമെൻറ്റും കാണിച്ചുകൊണ്ടാണ് അവർ ആ ഒരു സെഗ്മെൻറ്റ് അവസാനിപ്പിച്ചത്. അപ്പോൾ സോളസിക്കോവയ്ക്ക് എതിരെ ജേക്കബ് ഫാറ്റു ഇനി ഡയറക്റ്റ് ഒരു സ്റ്റോറി ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ്. നാളെ നടക്കാൻ പോകുന്ന മണി ഇൻ ദ ബാങ്കിൽ സോളസിക്കോവ വിജയിക്കാൻ പോകുന്ന സമയത്ത് ജേക്കബ് ഫാറ്റുവിൻ്റെ ഇടപെടൽ മൂലം സോളസിക്കോവയ്ക്ക് വിജയിക്കാതിരിക്കാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റ് കണ്ടു തന്നെ അറിയാം. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിലെ സെഗ്മെൻറ്റിനെ സംബന്ധിച്ചാണ്. ജോൺ സിന, ലോഗൻ പോൾ തുടങ്ങിയവരുടെ ടീം സ്റ്റാൻഡിംഗ് ടോൾ എന്നുള്ളൊരു രീതിയിൽ സ്മാക്ഡൗൺ എപ്പിസോഡ് അവസാനിപ്പിച്ചപ്പോൾ നാളത്തെ MITBയിലെ ടാഗ് ടീം മത്സരത്തിൽ കോഡി റോഡ്സ് അതുപോലെ തന്നെ ജെ ഊസോ തുടങ്ങിയവരുടെ ടീമാണ് വിജയിക്കാൻ പോകുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുണ്ട്. ജോൺ സിന റെസ്ലിങ്ങിനെ എങ്ങനെ നശിപ്പിക്കുന്നു എന്നുള്ളതിന് ഏക ഉത്തരം ലോഗൻ പോളിനെ നെക്സ്റ്റ് ഫേസ് ഓഫ് ദി കമ്പനിയായിട്ട് കൊണ്ടുവരും എന്നുള്ള ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ലോഗൻ പോളിനെ ഒരാൾക്കും ഇഷ്ടമല്ല. അദ്ദേഹം നല്ല ക്യാരക്ടർ വർക്കുള്ള ഒരു റെസ്ലറാണ് എന്നുണ്ടെങ്കിൽ പോലും ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസോട് കൂടി വന്ന് വലിയ പുഷ് വാങ്ങുന്നത് കൊണ്ട് തന്നെ ആർക്കും ലോഗൻ പോളിനെ വലിയ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ലോഗൻ പോളിനെ കമ്പനിയുടെ ഫ്യൂച്ചർ ഭാവി എന്ന് പറഞ്ഞുകൊണ്ട് ജോൺസിന ഇങ്ങനെ പൊക്കിയടിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ ജോൺസിന ഉദ്ദേശിക്കുന്ന റെസ്ലിങ്ങിനെ നശിപ്പിക്കുക എന്നുള്ള ഒരു പോയിന്റ് വളരെ കൃത്യമാണ്. ലോഗൻ പോള്, ജോൺസിന തുടങ്ങിയവർ 2 ചാമ്പ്യൻഷിപ്പും ഉയർത്തി ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു മൊമെൻറ്റ് കാണിച്ചുകൊണ്ടാണ് സ്മാക്ഡൗൺ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ് MITB ബിൽഡപ്പിന് കൃത്യമായിട്ടുള്ള ഒരു അടിവരയിടുന്ന ഒരു സ്മാക്ഡൗൺ എപ്പിസോഡാണ്. ഒരു മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റിന് മുൻപുള്ള അവസാനത്തെ വീക്ക്ലി എപ്പിസോഡ് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളതിന് വലിയൊരു ഉത്തരം തന്നെയായിരുന്നു നമുക്ക് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ ഉടനീളം കാണാൻ സാധിച്ച സെഗ്മെൻറ്റുകളും മത്സരങ്ങളും. ഇതുകൂടാതെ തന്നെ കിങ് ആൻഡ് ക്വീൻ ടൂർണമെൻറ്റ് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. ഈ ടൂർണമെൻറ്റ് ഫേറ്റൽ 4-way മത്സരങ്ങളിലൂടെ ആയിരിക്കും നടക്കുക. ഈ മത്സരങ്ങളുടെ ഫൈനൽ മത്സരം നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് എന്ന സൗദി അറേബ്യയിൽ വെച്ച് നടക്കുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൽ വെച്ചിട്ടായിരിക്കും നടക്കുക. ഈ മത്സരങ്ങളിൽ വിജയിച്ചു വരുന്ന റെസ്ലറിന് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരം അത് WWEയുടെ നെക്സ്റ്റ് ബിഗ് പ്രീമിയം ലൈവ് ഇവൻ്റായ സമ്മർ സ്ലാമിലായിരിക്കും ലഭിക്കുക എന്നുള്ളതും WWEയുടെ 2 ജനറൽ മാനേജേഴ്സും ഇന്നത്തെ ഒരു വീഡിയോ പാക്കേജിലൂടെ കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ കിടിലൻ ടൂർണമെൻറ്റ് ഇനി വരുന്ന റോ, സ്മാക്ഡൗൺ തുടങ്ങിയ വീക്ക്ലി എപ്പിസോഡുകളിലൂടെയും ഇനി വരുന്ന ഒരു നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് പ്രീമിയം ലൈവ് ഇവൻറ്റിലൂടെയും നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു അപ്ഡേറ്റും കൂടി സ്മാക്ഡൗൺ എപ്പിസോഡിനിടയിലൂടെ കൺഫേം ചെയ്യപ്പെട്ടിരിക്കുന്നു. സ്മാക്ഡൗൺ എപ്പിസോഡിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.